ഇനി നോക്കാം കാർഷിക വാർത്തകൾ. സംസ്ഥാനത്ത് പരീക്ഷണ നെൽകൃഷിയുമായി സംസ്ഥാന സർക്കാർ. ജലക്ഷാമത്തിലും ഉയർന്ന വിളവ് ലക്ഷ്യം. രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ജലക്ഷാമവും ഉയർന്ന ചൂടും മറികടക്കാൻ വെള്ളത്തിന്റെ അളവ് കുറച്ചുകൊണ്ടുള്ള പരീക്ഷണ കൃഷിക്ക് തുടക്കമിട്ടിരിക്കുകയാണ് സംസ്ഥാന കൃഷിവകുപ്പ്. കേര പദ്ധതിയിലൂടെയാണ് ഇത് നടപ്പിലാക്കുന്നത്. തൃശൂരും പാലക്കാടുമായി 553 ഹെക്ടറിൽ ഇത്തവണത്തെ രണ്ടാം വിളക്കാലത്ത് പരീക്ഷണ കൃഷി ആരംഭിക്കും. മണ്ണുത്തി കാർഷിക സർവകലാശാലയിലും പട്ടാമ്പി കാർഷിക ഗവേഷണ കേന്ദ്രത്തിലും പരീക്ഷിച്ച് വിജയിച്ച ശേഷമാണ് ഇത് കർഷകരിലേക്ക് എത്തുന്നത്. പാടത്ത് സെൻസറുകൾ സ്ഥാപിച്ച് നിരീക്ഷിച്ചായിരിക്കും ആവശ്യത്തിനനുസരിച്ച് വെള്ളം ക്രമീകരിക്കുക. പ്രത്യേകം സജ്ജീകരിക്കുന്ന പൈപ്പുകളിൽ 150ഓളം സെൻസറുകൾ സ്ഥാപിക്കും. ഹരിതഗൃഹവാതകം പുറന്തള്ളുന്നതും ഇതിലൂടെ കുറയ്ക്കാനാകും. ലോകബാങ്ക് സഹായത്തോടെ നടപ്പിലാക്കുന്ന കേര പദ്ധതിയിൽ കേരള കാർഷിക സർവകലാശാല, ദേശീയ അരി ഗവേഷണ കേന്ദ്രം, ജലവിഭവ വികസന വിനിയോഗ കേന്ദ്രം എന്നിവരാണ് പരീക്ഷണ കൃഷിക്ക് മേൽനോട്ടം വഹിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അതിവേഗം കുതിച്ച് ഇന്ത്യയുടെ മാരികൾച്ചർ. സമുദ്രോൽപ്പന്ന ആവശ്യകത വർദ്ധിക്കുന്നത് നേട്ടമാകും. രാജ്യത്തെ സമുദ്രോൽപാദന ആവശ്യകത അതിവേഗം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ 2047 ആകുമ്പോഴേക്കും ഇന്ത്യയിലെ മാരികൾച്ചർ ഉൽപാദനം 25 ലക്ഷം ടണ്ണായി ഉയർത്തുമെന്ന് CMFRA ഡയറക്ടർ ഗ്രിൻസൺ ജോർജ് പറഞ്ഞു. നിലവിൽ ഇത് 1.5 ലക്ഷം ടണ്ണാണ്. കേജ് കൾച്ചർ, ഇന്റഗ്രേറ്റഡ് മൾട്ടി ട്രോഫിക് അക്വാകൾച്ചർ തുടങ്ങിയ വിവിധ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് സമുദ്ര മത്സ്യോൽപാദനം വർദ്ധിപ്പിക്കണമെന്നാണ് CMFRA റിപ്പോർട്ട് പറയുന്നത്. ഇന്ത്യ നിലവിൽ പ്രതിവർഷം ശരാശരി 35 ലക്ഷം ടൺ സമുദ്ര മത്സ്യബന്ധനത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനവും വിഭവശോഷണവും കാരണം സമുദ്ര മത്സ്യ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് രാജ്യം മാരികൾച്ചർ പോലുള്ള ബദൽ സംവിധാനങ്ങൾ പര്യവേഷണം ചെയ്യേണ്ടതുണ്ടെന്ന് വിദഗ്ധർ പറയുന്നത്. ഇന്ത്യൻ സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായ നിരവധി മാരികൾച്ചർ സാങ്കേതികവിദ്യകൾ CMFRA വികസിപ്പിച്ചെടുത്തിട്ടുണ്ടെന്നും ഇത് ഉൽപാദനക്ഷമയും മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനമാർഗ അവസരങ്ങൾ ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്നാണ് ഡയറക്ടർ പറയുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മിൽമയുടെ വരുമാനത്തിന്റെ 83% നൽകുന്നത് ക്ഷീര കർഷകർക്കെന്ന് റിപ്പോർട്ട്. പ്രതിസന്ധി തീരാതെ കർഷകർ. മിൽമയുടെ വരുമാനത്തിന്റെ 83% ക്ഷീര കർഷകർക്ക് തന്നെയാണ് നൽകുന്നതെന്ന് മിൽമ സീനിയർ മാനേജർ S. നിരീഷ് പറയുന്നു. കർഷകരുടെ അഭിവൃദ്ധിയാണ് മിൽമയുടെ പ്രഥമ പരിഗണനയെന്നും അദ്ദേഹം വ്യക്തമാക്കി. കർഷകർക്ക് നല്ല വരുമാനവും ഉൽപ്പന്നവും വാങ്ങുന്നവർക്ക് ന്യായമായ വിലയും ലഭ്യമാക്കുകയെന്നത് പ്രധാനമാണ്. പാലക്കാട് ജില്ലയിൽ ചിറ്റൂർ ബ്ലോക്കിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പാൽ ശേഖരിക്കുന്നത്. പ്രതിദിനം 1.2 കോടി രൂപയാണ് ജില്ലയിലെ ക്ഷീര കർഷകർക്ക് പാൽ വിലയായി നൽകുന്നത്. അതേസമയം അനുദിനം ഉൽപാദന ചെലവ് ഉയരുന്നത് ക്ഷീര കർഷകരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. പാൽ സംഭരണ വില ഉയരുന്നില്ലെന്നതാണ് കർഷകരുടെ പരാതി. കാലിത്തീറ്റ വില ഉയരുന്നതും കർഷകർക്ക് താങ്ങാനാകാത്ത സാഹചര്യമാണ്. പലരും പശു വളർത്തലിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്ന സാഹചര്യമാണുള്ളത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പുതിയ സീസണിലേക്കുള്ള പഞ്ചസാര കയറ്റുമതി കോട്ട നേരത്തെ പ്രഖ്യാപിക്കണമെന്ന് വ്യാപാര സംഘടനകൾ. ഈ സീസണിൽ കയറ്റുമതി ചെയ്തത് 7.75 ലക്ഷം ടൺ പഞ്ചസാര. പുതിയ സീസണിലേക്കുള്ള കയറ്റുമതി കോട്ട നേരത്തെ പ്രഖ്യാപിക്കണമെന്ന് വ്യാപാര സംഘടനയായ ഓൾ ഇന്ത്യ ഷുഗർ ട്രേഡ് അസോസിയേഷൻ അറിയിച്ചു. സെപ്റ്റംബറിൽ അവസാനിച്ച മാർക്കറ്റിംഗ് സീസണിൽ ഇന്ത്യ 7.75 ലക്ഷം ടൺ പഞ്ചസാരയാണ് കയറ്റുമതി ചെയ്തത്. ഒക്ടോബർ മുതൽ സെപ്റ്റംബർ വരെയാണ് പഞ്ചസാര വിപണന സീസൺ. ഇന്ത്യയിൽ 2024-2025 വിപണന സീസണിലേക്കുള്ള പഞ്ചസാര കയറ്റുമതി 2025 ജനുവരി 20 അനുവദിച്ചത്. കയറ്റുമതിക്ക് അനുവദിച്ച ആകെ അളവ് 10 ലക്ഷം ടണ്ണായിരുന്നു. 2024-2025 ആകെ കയറ്റുമതി കോട്ട നയം നിലനിർത്തണമെന്ന് വ്യാപാര സംഘടന സർക്കാരിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇതുവരെ നടത്തിയ മൊത്തം കയറ്റുമതിയിൽ പരമാവധി കയറ്റുമതി ജിംബൂട്ടിയിലേക്ക് 1.46 ലക്ഷം ടൺ, സൊമാലിയയിലേക്ക് 1.35 ലക്ഷം ടൺ, ശ്രീലങ്കയിലേക്ക് 1.34 ലക്ഷം ടൺ, അഫ്ഗാനിസ്ഥാനിലേക്ക് 75,530 ടൺ എന്നിങ്ങനെയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.